തമിഴ്നാട് കടലൂരിൽ സ്കൂൾ ബസ്സിൽ ട്രെയിനിടിച്ച് 3 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. 10 പേർക്ക് പരിക്ക്, പലരുടെയും നില ഗുരുതരമെന്ന് റിപ്പോർട്ട്. അപകടം ആളില്ലാത്ത ലെവൽ ക്രോസിൽ. പത്തനംതിട്ട കോന്നി പാറമട അപകടത്തിൽ കാണാതായ തൊഴിലാളിക്കായി തിരച്ചിൽ. ഫയർഫോഴ്സിനൊപ്പം NDRF സംഘവും തെരച്ചിൽ. കോറിയുടെ പ്രവർത്തനം അനുമതിയില്ലാതെയെന്ന് നാട്ടുകാർ. അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജിയോളജി വകുപ്പിന് കളക്ടറുടെ നിർദ്ദേശം. അവസാനമായിട്ട് എപ്പോഴാണ് KSRTC ബസ് വന്നത്? KSRTC ബസ്സിൽ ഞാൻ കയറിയപ്പോൾ 7:20 എനിക്ക് ബസ് അവിടെ നിൽക്കിയത്. ഞാൻ അവിടെ നിൽക്കണതും 1 മണിക്കൂർ അവിടെ നിന്നിട്ട് എനിക്ക് ആ വണ്ടി കിട്ടിയത്. ഇവിടെ ഇപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞു. മണിക്കൂറായിട്ട് ഇതുവരെ ഒരു KSRTC ബസ് വന്നിട്ടില്ല. 1.25 മണിക്കൂർ ഞാൻ അവിടെ വന്നിട്ട്, പിന്നെ ഞാൻ വന്ന ശേഷം ഒരു വണ്ടി പോയത് 3/4 മണിക്കൂറായി. യാത്രക്കാരെ വലച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം. പ്രതിഷേധം വിദ്യാർത്ഥി കൺസെഷൻ വർധനവടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ച്. കൂടുതൽ സർവീസുമായി KSRTC. കേന്ദ്ര നയങ്ങളിൽ പ്രതിഷേധിച്ച് അർദ്ധരാത്രി മുതൽ തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്ക്. കോഴിക്കോട് ബേപ്പൂർ ലോഡ്ജിലെ കൊലപാതകത്തിൽ പോലീസുകാർക്കെതിരെ നടപടി. ഗ്രേഡ് ASI, CPO എന്നിവരെ സസ്പെൻഡ് ചെയ്തു. നടപടി കൊലപാതകം ഉണ്ടായെന്ന് അറിയിച്ചിട്ടും സ്ഥലത്ത് എത്താതിരുന്നതിനെ തുടർന്ന്. കേരള സർവകലാശാലയിലെ പോര് ശക്തമാകുന്നു. രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ നടപടിക്കൊരുങ്ങി ഗവർണർ. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനും സാധ്യത. നീക്കം VCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കൊടകര കുഴൽപ്പണക്കേസിൽ PMLA കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി തിരൂർ സതീഷ്. ഉടൻ ഹർജി സമർപ്പിക്കും. പരാതിയിൽ കഴമ്പുണ്ടെന്നും വെളിപ്പെടുത്തൽ അന്വേഷിക്കണമെന്നും BJP മുൻ ഓഫീസ് സെക്രട്ടറി. ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രസവ വാർഡും ലേബർ റൂമും പ്രവർത്തിക്കുന്നത് ബലക്ഷയം വന്ന കെട്ടിടത്തിലെന്ന് പരാതി. കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ. പ്രസവ വാർഡ് ഉൾപ്പെടെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്ന ആവശ്യം. കർണാടകയിൽ 100ഓളം പേരുടെ മൃതദേഹം മറവ് ചെയ്തെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം. ദുരൂഹ മരണങ്ങളിൽ അന്വേഷണം ആരംഭിച്ച് ധർമ്മസ്ഥല പോലീസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ പീഡനത്തിനിരയായതായി കൊല്ലപ്പെട്ടെന്ന് വെളിപ്പെടുത്തൽ. ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 100 കടന്നു. കെയർ കൗണ്ടിയിൽ മാത്രം 84 മരണം. കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരും.